മരം നോക്കിയാ കിടക്കുന്നേ ഫുള്ള് ഇങ്ങനെ കടവഴുകി വീണ പോലെ ഉണ്ട്. മണ്ണിപ്പോഴും അത് തന്നെ ഉണ്ട്. ഇതെന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ അഭിഷേകം. അവനവന് വണ്ടി ഇറക്കാൻ പേടി ഇറങ്ങി ഇറക്കി കൊടുത്തു. ഇനി കുത്തനെ വനേതാ സോ നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഗായ്സ്. ഒരു രക്ഷയില്ല. കാടിൻ്റെ ഉള്ളിൽ ഇറ്റ്സ് റിയലി അമേസിങ്. നല്ല അടിപൊളി വ്യൂ കേട്ടോ ഗായ്സ്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ നേരത്തെ കാണിച്ച ലൊക്കേഷനിൽ നമ്മൾ കുറച്ച് ഫോട്ടോഗ്രാഫ്സൊക്കെ എടുത്തു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് താഴോട്ട് വരുന്തോറും നല്ല അടിപൊളിയാണ്. ചീവീടിൻ്റെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കാൻ സാധ്യതയുണ്ട് വീഡിയോയ്ക്കകത്ത്. ആൻഡ് കുയിലോ അതിൻ്റെയൊക്കെയോ ഒച്ചയുണ്ട്. അതുപോലെ തന്നെ എവിടുന്നോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഐ തിങ്ക് ആ ഓപ്പോസിറ്റ് സൈഡിലാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ മുഴുവൻ പാറയും നല്ലൊരു പ്രത്യേക ഒരു വെറൈറ്റി ആട്ടോ സംഭവം. ഫുൾ വെറൈറ്റിയാണ്. മൂന്നാർ ഇങ്ങനെയും ഒരു സ്ഥലമുണ്ടെന്ന് ഇന്നാണ് സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായത്. സംഭവം കൊള്ളാം. എന്തായാലും നല്ല സെറ്റ് സ്ഥലം എന്ന് വേണം തന്നെ പറയാം. നല്ല സെറ്റ് സ്ഥലമാണ്. നല്ല അടിപൊളിയാണ്. പക്ഷെ ഇവിടുത്തെ ഈ വഴി നല്ല കുത്തനെ ഇറക്കം, പിന്നെ ഈ ഗട്ടറും ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ പോക്കേ പറ്റുള്ളൂ. വാവും, അത്യാവശ്യം നല്ല വാട്ടർ ക്രോസിങ് ലഡാക്ക് പോകുന്നതല്ലേ, വാട്ടർ ക്രോസിങ് പോലെ. പക്ഷെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ സെറ്റായിരുന്നു. ബ്യൂട്ടിഫുള്ളാണ്. കുരങ്ങനൊന്നുമില്ല. ചിലപ്പോൾ ഉൾക്കാട്ടി കാണുമായിരിക്കും. നമ്മളിപ്പോൾ ഈ വണ്ടി പോകുന്ന വഴിക്കടെ കാണാൻ സാധ്യത കുറവാണ്. നോക്കിയാൽ നമ്മൾ പോകേണ്ട വഴി അതാ. അവിടെ എന്തോ ഉണ്ടല്ലോ, അവിടെ എന്തോ ഒരു പാറക്കെട്ടോ എന്തോ ഒരു സംഭവമുണ്ട്. ഇവിടെ ഈ ചെറിയ വഴികളുണ്ട്. കാണുമ്പോൾ അങ്ങോട്ട് തിരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ എങ്ങോട്ട് ചെന്ന് എത്തുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നോൺ സ്റ്റോപ്പ് പോകുന്നു. അവിടെ ഒരു പാലമുണ്ട് ഗൈസ്. വേണമെങ്കിൽ താഴോട്ട് ഇറക്കാൻ വണ്ടി. ഇറക്കാമോ? വേണ്ട, പണിയാകും. നൈസാണ്. അറിയില്ല, കയറി നോക്കാം. ഉണ്ടേ, ഉണ്ട്. അതുകൊണ്ട് മരം നോക്കിയാൽ കിടക്കുന്നേ ഉണ്ട്. ഫുള്ളിങ്ങനെ കടവഴുകി വീണ പോലെ ഉണ്ട്. മണ്ണിപ്പോഴും അത് തന്നെ ഉണ്ട്.
മോസ്റ്റ്ലി ഞാൻ 360-ൽ ഫുൾ വീഡിയോ ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയുടെ. ബിക്കോസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 കുറച്ചുകൂടെ ബെറ്റർ. ഇങ്ങനത്തെ ഒരു ആംഗിളിനേക്കാളും നല്ല നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് നല്ല നല്ല ലുക്സ് ഉള്ള ഷോട്ട്സ് ഒക്കെ എടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് 360-ൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം വീഡിയോ. സോ ഹോപ്പ്ഫുള്ളി മൊത്തം എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇവിടെ ഐ തിങ്ക് ഇവിടെ നിന്നൊരു കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കുട്ടമ്പുഴയ്ക്ക്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരും, വന്ന വഴി തന്നെ തിരിച്ചു പോരും. പോന്നിട്ട് നമുക്കൊരു ഓഫ് റോഡ് പാച്ച് ഉണ്ട്, അവിടെ ഒന്ന് കയറി നോക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് നമുക്ക്. ലെറ്റ്സ് സീ. എന്തായാലും നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ആൾക്കാർ താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആന ഇറങ്ങുന്ന സ്ഥലമായിട്ട് പോലും താമസിക്കുന്നുണ്ട്. കുറച്ച് മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു ട്രീ ഹൗസ് കണ്ടു. പക്ഷെ അത് ഇപ്പോൾ ഫങ്ഷനിങ് ഒന്നും അല്ല കേട്ടോ ട്രീ ഹൗസ്. ഫ്രണ്ടിൽ നിന്നൊരു ജീപ്പ് വരുന്നുണ്ട്. വാവ്, നല്ല അടിപൊളി വെള്ളം. സോ അങ്ങനെ നമ്മൾ കുട്ടമ്പുഴ ടൗണിൽ പോയിട്ട് തിരിച്ച് അത് ഏത് വഴിക്കടെയാണോ പോയത് ആ വഴിക്കടെ നമ്മൾ തിരിച്ചു വന്നു. ഇനി ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. സ്ട്രെയിറ്റ് നമുക്ക് നേരെ മൂന്നാർ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വഴി നമ്മളൊന്ന് ട്രൈ ചെയ്യുവാണ്, നോക്കട്ടെ എങ്ങനെയാണെന്ന്. സോ മറ്റേ റൂട്ടിൽ നമ്മൾ ചോദിച്ചപ്പോൾ അതിലെ പോകാം. ആദ്യം മറ്റേ താഴത്തെ അവിടെ കടയിലെ പുള്ളി പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മറ്റേ വേറെ ആളോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്ന വഴി തന്നെ തിരിഞ്ഞു. ഇതെന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ അഭിഷേകമോ? സോ വന്ന വഴി തന്നെ തിരിച്ച് നമ്മൾ മാമലക്കണ്ടം വഴി തന്നെ മൂന്നാർ പോകാനുള്ളൊരു പ്ലാനിങ് ആണ് കാര്യം. മൂന്നാറല്ല, നമ്മൾ വേറൊരു സ്ഥലം ഞാനിതുവരെ പോയിട്ടില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നേരത്തെ. സോ ആ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് പോകാനുള്ളൊരു പരിപാടിയാണ് നമുക്ക്. ഇവിടെ ഒരു ഓഫ് റോഡ് പരിപാടിയുണ്ട്, അപ്പോൾ അതിന് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ലോക്കൽസൊക്കെ പറഞ്ഞു പോകാൻ കുഴപ്പമില്ല, ബൈക്ക് സുഖമായിട്ട് കയറി പൊക്കോളും, വലിയ ടഫില്ല, അത്യാവശ്യം കയറി പൊക്കോളും എന്നൊക്കെ പറഞ്ഞു. ജീപ്പുകാർ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. ജീപ്പുകാർ പിന്നെ അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് നമ്മളെന്തായാലും ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാതെ പോവില്ലല്ലോ. അപ്പോൾ എന്തായാലും നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. കയറാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് കയറും, ഉറപ്പായിട്ട്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. കയറാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കയറും. ഓ, നല്ല കുത്തനെയുള്ള വഴിയാണേ, നല്ല കുത്തനെയുള്ള വഴി. പൊളി, അടിപൊളി, കുത്തനെ കയറ്റം. ഗോപു, കുത്തബ്മിനാറിലോട്ടുള്ള വഴിയാന്ന് തോന്നുന്നു മോനെ. അനങ്ങരുത്, മര്യാദക്ക് പിടിച്ചിരുന്ന. ഇതൊക്കെ ഒരു ഓഫ് റോഡാണ് എൻ്റെ ഗോപു. എടാ നിർത്തരുത്, നിർത്തിയാ മൂഞ്ചി. നീ ഇറങ്ങിക്കേ, അവിടെ കയറ്റി വെക്കട്ടെ. എടീ ഈ വണ്ടിയിലൊന്ന് പിടിച്ചു തന്നെടി. ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. ക്ലച്ചാ പിടിക്കരുത്. എടാ ഇടയ്ക്ക് വെച്ച് നിർത്തരുത്, നിർത്തിയാ പണിയാ.
സൂക്ഷിച്ച്. വട എടാ നിർത്തണ്ട, പൊക്കോട്ടെ. പോവാം. വാ, പേടിയാണ് ഗൈസ്. പാടാ. അയ്യോ, അവനവനെ വണ്ടി ഇറക്കാൻ പേടി. ഞാൻ ഇറക്കി കൊടുത്തു. ഇനി കുത്തനെ മല കയറ്റണം. എൻ്റെ പൊന്നോ, അങ്ങോട്ട് ഒട്ടും പോകാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ അത് കാരണം നമ്മൾ തിരിച്ചു പോവാണ്. എൻ്റെ വണ്ടി അവിടെ സേഫായിട്ട് അവിടെ വെച്ചു. അങ്ങോട്ട് ഫുള്ള് നല്ല സീനാണ്. മല നോക്കി അടിപൊളി കേട്ടോ. എന്തായാലും താഴെത്തിട്ട് കാണാം. ഇവിടെ ഒരു ബൈക്കുണ്ട്. സോ നമ്മൾ കണ്ട രാവിലെ ഇവിടെ വരെ വന്നതാണ്. ഇപ്പോൾ ഒട്ടും വെള്ളയിലാണ്. ഇപ്പോൾ കണ്ട ഫുള്ള് കോട ഇറങ്ങിയുള്ള അടിപൊളിയായിട്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. നല്ലപോലെ അത്യാവശ്യം നല്ല പോലെ വെള്ളമുണ്ട്.